പഞ്ചഭൂതങ്ങളുടെ മാത്രാഭേദമനുസരിച്ചുള്ള ഇടകലർപ്പിന് പഞ്ചീകരണം എന്ന് വേദാന്ത ശാസ്ത്രത്തിൽ നാമകരണം ചെയ്തിരിക്കുന്നു. നമുക്കനുഭവപ്പെടുന്ന സ്ഥൂലമായ ഈ ഭൂലോകം ഭൂമി തത്വത്തിൻ്റെ തന്മാത്രകൾ പകുതിയും ബാക്കി 4 ഭൂതങ്ങളുടെ 1/8 ഭാഗം വീതമുള്ള തന്മാത്രകൾ പകുതിയും കൂടിക്കലർന്നുണ്ടായതാണ്. ഇതുപോലെ ഈ സ്ഥൂല പ്രപഞ്ചത്തിലെ ജലത്തിൻ്റെ തന്മാത്രകൾ പകുതിയും ബാക്കി ഭൂതങ്ങളുടെ തന്മാത്രകൾ എല്ലാം കൂടി പകുതിയും അടങ്ങിയിട്ടുണ്ട്. ഇതേ വിധത്തിൽ അഗ്നി, വായു, ആകാശം തുടങ്ങിയ സ്ഥൂലഭൂതങ്ങളുടെ സ്വരൂപവും ഊഹിച്ചറിയേണ്ടതാണ്. ഇങ്ങനെ സ്ഥൂലഭൂതങ്ങൾ ചേർന്നുണ്ടായ ഈ സ്ഥൂലപ്രപഞ്ചം ഈശ്വരൻ്റെ സ്ഥൂല ശരീരമാകുന്നു. സ്ഥൂലോപാധിയിൽ കൂടി പ്രകാശിക്കുന്ന ഈശ്വരനാണ് വിരാട് രൂപനെന്നും വിശ്വരൂപനെന്നും വൈശ്വാനരനെന്നും പല പേരുകളിൽ വർണ്ണിക്കപ്പെടുന്നത്. വിശേഷ രൂപത്തിൽ നാനാരൂപത്തിൽ വിരാജിക്കുന്നതുകൊണ്ട് പ്രപഞ്ചോപാധികനായ ഈശ്വരന് വിരാട്ടെന്ന് പേരു സിദ്ധിച്ചതാണ്. ഇതുപോലെ പഞ്ചീകരിക്കാത്ത മറ്റു ഭൂതങ്ങളോടിടകലരാത്ത പഞ്ചഭൂത തന്മാത്രകളുടെ സമാഹാരം സൂക്ഷ്മപ്രപഞ്ചമാകുന്നു. സമഷ്ടി രൂപമായ ഇന്ദ്രിയങ്ങൾ, സമഷ്ടി പ്രാണൻ, സമഷ്ടി മനസ്സ്, സമഷ്ടി ബുദ്ധി തുടങ്ങിയവ ചേർന്ന സൂക്ഷ്മപ്രപഞ്ചം ഈശ്വരൻ്റെ സൂക്ഷ്മ ശരീരമാണ്. ഈ സൂക്ഷ്മ ശരീരത്തെ ഞാനെന്നഭിമാനിക്കുന്ന സൂക്ഷ്മ ശരീരത്തിൽ വ്യാപിച്ചു നിൽക്കുന്ന ഈശ്വരൻ ഹിരണ്യഗർഭൻ എന്ന പേരിൽ പ്രസിദ്ധനാണ്. ജ്ഞാനശക്തിയുള്ളവൻ എന്ന് ഹിരണ്യഗർഭ പദത്തിന് അർത്ഥം പറയാം. ജ്ഞാനമെന്ന് ഹിരണ്യ ശബ്ദത്തിനർത്ഥം ശ്രുതികളിൽ കൊടുത്തിരിക്കുന്നു. ഹിരണ്യഗർഭൻ സ്ഥൂല പ്രപഞ്ചത്തെ മുഴുവൻ അറിയുന്നത് കൊണ്ട് ആ പേര് അന്വർത്ഥമാണ്. ഹിരണ്യഗർഭന് സൂത്രാത്മാവ്, പ്രാണൻ എന്ന് 2 പേരുകൾ കൂടിയുണ്ട്. മാലയിൽ ചരടെന്നതുപോലെ പ്രപഞ്ചത്തിൽ അനുസ്യൂതമായി നിലകൊള്ളുന്നതുകൊണ്ട് സൂത്രാത്മാവെന്നും ക്രിയാശക്തിക്കിരിപ്പിടമായതുകൊണ്ട് പ്രാണനെന്നും കൂടി പേര് വന്നു ചേർന്നു. സൂക്ഷ്മപ്രപഞ്ചത്തിനും ഒരു കാരണമുണ്ട്. അതാണ് പ്രകൃതി, പ്രധാനം, മായ, ഈശ്വരശക്തി മുതലായ നാനാ പേരുകളിൽ അറിയപ്പെടുന്ന ഈശ്വരൻ്റെ കാരണ ശരീരം. ഓം തത്സത്. ശ്രീ ഗുരുഭ്യോ